ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ വല്യേട്ടൻ, നമ്മുടെ എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക. ഈ വരുന്ന സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകമെമ്പാടുമുള്ള മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയുടെ ആരാധകർ, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഫാൻസുകാർ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും കൊണ്ടാടുന്നത് പോലെ തന്നെ ഈ വർഷവും ഗംഭീരമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത്. എന്നാൽ മമ്മൂക്കക്ക് ട്രിബ്യൂട്ടായിട്ട് മരക്കാർ ഫിലിംസ് ഈ വർഷം മമ്മൂക്കയുടെ ബിഗ് ബി എന്ന സിനിമ 2007 റിലീസ് ചെയ്തിട്ടുള്ള ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ബിഗ് ബി. അക്കാലത്ത് മലയാള സിനിമയിൽ ഒരു പുതുമ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയായിരുന്നു നമ്മുടെ അമൽ നീരദ്. അതിനുശേഷം ആ ഒരു പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വന്നെങ്കിലും ബിഗ് ബി എന്ന സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലാണെങ്കിലും സിനിമാ ലോകത്തുള്ളവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബിലാൽ സിനിമ എപ്പോൾ വരും എന്ന് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. കാരണം ബിഗ് ബി എന്ന സിനിമയിൽ പറയുന്നുണ്ട് ബിലാൽ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിയില്ല. അതുപോലൊരു സുപ്രഭാതത്തിൽ ബിലാൽ നമുക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും ബിഗ് ബി വീണ്ടും റിലീസിനായിട്ട് എത്തുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 7 ഔദ്യോഗികമായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഫിലിംസ് അനൗൺസ് ചെയ്യും. 4K സാങ്കേതിക വിദ്യയോടുകൂടിയാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ കാണാത്തവരുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബി എന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്ന ഒരു ആളുകൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു സിനിമ കൂടെ ആയിരിക്കും. ഏതായാലും മമ്മൂക്കാക്ക് ബർത്ത്ഡേ ട്രിബ്യൂട്ടായിട്ടാണ് ഈ മരക്കാർ ഫിലിംസ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ബിഗ് ബി എന്ന സിനിമയിലെ ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ മങ്ങാതെ ഇങ്ങനെ നിൽപ്പുണ്ടല്ലേ. എന്തായാലും അതൊരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ 4K കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ബിഗ് ബി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബിലാലിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും സിനിമയുടെ കഥയും തിരക്കഥയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മമ്മൂക്ക സിനിമയിലേക്ക് എപ്പോഴാണ് ഇനി എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിന് എവിടെയാണ്, വിദേശ രാജ്യങ്ങളിൽ ഏതാണ്ട് 4-5 രാജ്യങ്ങളിലായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമ അത് വലിയൊരു ആഘോഷമാക്കി മാറ്റാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൂടെയാണ്. മമ്മൂക്കയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ 30,000-ഓളം പേരാണ് ഈ വർഷം മമ്മൂക്കയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മമ്മൂക്കയുടെ ഈ ഒരു ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് സംഘാടകർ സംഘടിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 7 വലിയൊരു പരിപാടി എറണാകുളത്ത് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. ആ ഒരു ചടങ്ങിൽ വെച്ചായിരിക്കാം ഒരു പക്ഷേ ചിലപ്പം ബിഗ് ബി എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ ഒരു പുതിയ മേക്കിംഗ് വീഡിയോയും സെപ്റ്റംബർ 7 തന്നെ ഇറങ്ങുമെന്നാണ് അറിയുന്നത്. ഒരു പ്രൊമോ സോങ് ഇറക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നമ്മുടെ മമ്മൂക്കായ ബിലാൽ ജോൺ കുരിശിങ്കലിനെ ഒരു വട്ടവും കൂടെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. 100ഓളം തിയേറ്ററുകളിലേക്ക് സിനിമ റിലീസിനായിട്ട് എത്തുമെന്നൊക്കെയാണ് ഇതിന് അണിയറ പ്രവർത്തകർ പറയുന്നത്. സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടും സിനിമയുടെ ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് 7-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മമ്മൂക്ക ലാലേട്ടൻ 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ഈ ഒരു സിനിമ അതും ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. സെപ്റ്റംബർ 7 ഒരു കിടിലൻ അപ്ഡേറ്റ് ഈ സിനിമയുമായിട്ട് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 2nd വീക്കിൽ, അതായത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കിൽ മമ്മൂക്ക ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള ഒരുപാട് വാർത്തകൾ മമ്മൂക്കയുമായി പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ആ ഒരു ഗംഭീര എൻട്രി കാണാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക് അത് കണ്ണിനൊരു വിസ്മയമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു കിടിലൻ എൻട്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതോടൊപ്പം പുതിയ സംവിധായകരുടെ സിനിമയും 2025-26 മമ്മൂക്ക ചെയ്യുന്നുണ്ട്. അതും വലിയ സിനിമകൾ തന്നെയാണ്. അടുത്തത് നമ്മൾ മമ്മൂക്കയുടെ തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ. ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻ ഇതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും സിനിമ തീയാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ അപ്ഡേഷന് വേണ്ടി. എന്തായാലും അഡ്വാൻസ് ആയിട്ട് മമ്മൂക്കക്ക് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നേരുകയാണ്. ആയുസ്സോടുകൂടി മമ്മൂക്ക നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇനി നമ്മൾ കാണാത്ത ചില കഥാപാത്രങ്ങളുടെ പകർന്നാട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.